محصنين غير مسافحين فما استمتعتم به منهن فآتوهن أجورهن فريضة ولا جناح عليكم فيما تراضيتم به من بعد الفريضة إن الله كان عليما حكيما. മേൽ പറയപ്പെട്ട സ്ത്രീകളല്ലാത്ത എല്ലാ സ്ത്രീകളെയും നിങ്ങൾ വിവാഹം കഴിക്കൽ അനുവദനീയമാക്കപ്പെട്ടിരിക്കുന്നു. മുഹ്സിനീൻ, നിങ്ങൾ വൈവാഹിക ജീവനത്തെ ലക്ഷ്യമിട്ടുകൊണ്ടായിരിക്കണം. ഗൈറ മുസാഫിഹീൻ, വെറും വികാര പൂർത്തീകരണം മാത്രം ലക്ഷ്യമിട്ടവരാകുകയും ചെയ്യരുത്. ഫമസ്തംതഅ്തും ബിഹി മിൻഹുൻ, നിങ്ങളുടെ ഇണകളിൽ നിന്നും ഏതെങ്കിലും ഇണയെ നിങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ ഫആതൂഹുന്ന ഉജൂറഹുന്ന ഫരീദ, അവർക്കുള്ള വിവാഹമൂല്യം നിർബന്ധമായി നിങ്ങൾ അവർക്ക് കൊടുക്കുക. വലാ ജുനാഹ അലൈക്കും, നിങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല. ഫീമാ തറാദൈതും ബിഹി, നിങ്ങൾ പരസ്പരം തൃപ്തിപ്പെടുന്നതിൽ മിൻ ബഅദിൽ ഫരീദ, നിശ്ചയിച്ചതിന് ശേഷം. ഇന്നല്ലാഹ കാന അലീമൻ ഹകീമാ, തീർച്ചയായും അല്ലാഹു എല്ലാം അറിയുന്നവനും വലിയ തത്വദീക്ഷയുള്ളവനുമാണ്. വിവാഹത്തിൻ്റെ സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട 3 കാര്യം: 1, നിഷിദ്ധമായ ബന്ധങ്ങളെ മാറ്റി നിർത്തണം, വിവാഹം പാടില്ല അവരുമായി. 2, ഇതല്ലാത്ത മുഴുവൻ ആളുകളെയും വിവാഹം കഴിക്കാം. 3, വിവാഹത്തിൻ്റെ സന്ദർഭത്തിൽ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1, നിങ്ങൾ വിവാഹത്തെ തേടിക്കൊണ്ടായിരിക്കണം വിവാഹം കഴിക്കേണ്ടത്. ഈജാബും കബൂലും സൂക്ഷ്മതയോടെ നിർവഹിക്കണം. 2, അംവാലിക്കും നിങ്ങളുടെ സമ്പത്ത് കൊടുത്തുകൊണ്ടായിരിക്കണം മഹർ കൊടുക്കണം. 3, മുഹ്സിനീൻ, വൈവാഹിക ജീവിതം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം. ഈ 3 കാര്യങ്ങൾ കഴിഞ്ഞ ദിവസത്തിൽ പറയപ്പെട്ടു. 4-മത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഗൈറ മുസാഫിഹീൻ, വൈവാഹിക ജീവിതം അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ ഇടപാട് വെറും വികാര പൂർത്തീകരണത്തിന് വേണ്ടി മാത്രമാകരുത് എന്നാണ് ഇതിൻ്റെ ആശയം. വിവാഹ ജീവിതം കൊണ്ട് ഉദ്ദേശം ഒരു വലിയ ജീവിതമാണ്, മഹത്തായൊരു മാതൃകയാണ്. പണക്കാരും പണക്കാരും, പാവപ്പെട്ടവരും പാവപ്പെട്ടവരും, പാവപ്പെട്ടവരും പണക്കാരും, കഴിവുള്ളവരും കഴിവുള്ളവരും, കഴിവില്ലാത്തവരും കഴിവില്ലാത്തവരും, കഴിവില്ലാത്തവരും കഴിവുള്ളവരും എന്നിങ്ങനെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ ബന്ധപ്പെട്ടവർ വിവാഹം കഴിച്ച് അതിമനോഹരമായൊരു ജീവിതം ഇവിടെ ജീവിച്ച മാതൃക നമ്മുടെ മുന്നിലുണ്ട്. അതുപോലൊരു മാതൃക കാണിച്ച് ഒരു നല്ല ജീവിതം ജീവിച്ച് മരിക്കാൻ വേണ്ടിയാണ് വിവാഹം. അത് വെറും വൈകാരിക ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണം മാത്രമാകരുത്. ഇതിൽ നിന്നും പ്രധാനപ്പെട്ടൊരു നിയമം വരുന്നു: വിവാഹം പരസ്യമായിരിക്കണം, ജനങ്ങളുടെ മുന്നിലായിരിക്കണം. രഹസ്യമായിട്ട് ഏതെങ്കിലും കച്ചേരിയിൽ പോയി, ഏതെങ്കിലും ഓഫീസിൽ പോയി ആരും അറിയാത്ത നിലയിൽ രഹസ്യമായിട്ടുള്ള പരിപാടികളല്ല, അന്തസ്സായിട്ട് പരസ്യമായ നിലയിലായിരിക്കണം. കുറഞ്ഞത് 2 സാക്ഷികൾ വേണം. എന്നിട്ട് പരസ്യമായി വൈവാഹിക ജീവിതം നയിക്കണം.
അതുപോലെ തന്നെ ഈ വൈവാഹിക ജീവിതത്തിൽ കുറഞ്ഞ കാലത്തേക്കുള്ള വൈവാഹിക ജീവിതം അതിന് ലക്ഷ്യമിടാനും പാടില്ല. ജാഹിലിയ കാലഘട്ടത്തിലുണ്ടായിരുന്നതും ഇസ്ലാമിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ അനുവദിക്കപ്പെട്ടതും പിന്നീട് നിരോധിക്കപ്പെട്ടതുമായ മുത്അ വിവാഹം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിഷിദ്ധമാണെന്ന് പണ്ഡിതന്മാർ പറയുന്നു. ഇതും ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതും ചില കേന്ദ്രങ്ങളിൽ നിന്നും പൊക്കിക്കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. താൽക്കാലിക വിവാഹം, എവിടെയെങ്കിലും പോകുന്നു, എന്നിട്ട് അവിടെ വിവാഹം നടത്തുന്നു, കുറച്ച് നാൾ കഴിഞ്ഞ് അത് വിട്ടിട്ടെറിഞ്ഞു വരുന്നു. ഇസ്ലാമിൽ അത് അനുവദനീയമല്ല. പിന്നെ ജാഹിലിയ കാലഘട്ടത്തിലുണ്ടായിരുന്നു, നിർബന്ധിത സാഹചര്യത്തിൽ ആദ്യം അനുവദിച്ചു. എവിടെയെങ്കിലും ആരെങ്കിലും യാത്രയ്ക്ക് പോകുന്നു, അവർക്ക് ആഹാരം വെച്ച് തരാൻ വേണ്ടി, സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി പറ്റും, ഒരു വിവാഹം പോലെയുള്ള ഇടപാട് നടത്തും. അതിനുശേഷം അത് അവസാനിപ്പിച്ച് തിരിച്ചു വരും. പക്ഷേ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബറിൻ്റെ സന്ദർഭത്തിൽ ഇത് നിഷിദ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അലി റളിയല്ലാഹു തആല അൻഹുവാണ് ഈ ഹദീസ് നിവേദനം ചെയ്തിരിക്കുന്നത്. പക്ഷേ മഹാനായ അലി റളിയല്ലാഹു തആല അൻഹുവിനെ പൊക്കുന്നു, വാഴ്ത്തുന്നു എന്ന് പറയുന്ന ഷിയാക്കളാണ് മുത്അ വിവാഹം എന്ന് പ്രചരിപ്പിക്കാൻ പരിശ്രമിക്കുന്നത്. ജാഗ്രത വേണം. ഗൾഫിലും മറ്റും പൊയ്ക്കൊള്ളിൻ, പക്ഷേ ഇത്തരം കുഴികളിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം. غير مسافحين വൈവാഹിക ജീവിതം വെറും വികാരത്തിൻ്റെ പൂർത്തീകരണം മാത്രമാകാൻ പാടില്ല. ഇത് കഴിഞ്ഞ വചനത്തിൻ്റെ ഒന്ന് ബലപ്പെടുത്തൽ കൂടിയാണ്. കാരണം വെറും വികാരം മാത്രമാണെങ്കിൽ ഏതാനും ദിവസം അടുത്ത് കഴിഞ്ഞു, പിന്നെ രണ്ടുപേരും മകനും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയാകും. ഇത്തരമൊരവസ്ഥ പാടില്ല. മറിച്ച് വൈവാഹിക ജീവിതം പരസ്യമായി എന്നുമെന്നും ജീവിക്കാനുള്ള ഒരു നല്ല തീരുമാനത്തിൽ, നല്ല ആഗ്രഹത്തിലാകുന്നു. മുഹ്സിനീന ഗൈറ മുസാഫിഹീൻ. ഈ അടുത്തതായി മഹറുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നു. وَمَسْتَمْتَعْتُمْ بِهِ مِنْهُنَّ فَآتُوهُنَّ أُجُورَهُنَّ فَرِيضَةً. നിങ്ങൾ വിവാഹം കഴിച്ചു, ഒരു സ്ത്രീയുമായി ശാരീരിക ബന്ധം നിങ്ങൾ നടത്തി, എന്നാൽ അവർക്ക് മഹർ നിങ്ങൾ നിർബന്ധമായി കൊടുക്കണം. അത് നിങ്ങളുടെ ബാധ്യതയാണ്, കടമയാണ്, കർത്തവ്യമാണ്. അവരുടെ മഹർ നിങ്ങൾ കൃത്യമായി കൊടുക്കണം, സന്തോഷത്തോടു കൂടി കൊടുക്കണം, നിർബന്ധമാണെന്ന് മനസ്സിലാക്കി കൊടുക്കണം. ഫാതൂന്ന ഉജൂറഹുന്ന ഫരീദ. അവർക്ക് നിങ്ങൾ മഹർ ശരിയായിട്ട് കൊടുക്കണം. പ്രത്യേകിച്ചും പറഞ്ഞ മഹർ തന്നെ കൊടുക്കണം. ആളുകളിടയിൽ വെച്ച് കാണിക്കാൻ വേണ്ടി കുറേ അങ്ങ് ഒടിച്ചു പറഞ്ഞു, പിന്നെ പെണ്ണിന് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ പെണ്ണിൻ്റെ കയ്യിൽ നിന്നും സ്ത്രീധനമെന്ന് പറഞ്ഞ് കുറേ പൈസ മേടിച്ചു, എന്നിട്ട് അതങ്ങോട്ട് കൊടുക്കുന്നു. ഇതൊന്നും പറ്റില്ല. മഹർ മര്യാദയ്ക്ക് കൊടുക്കണം. വലാ ജുനാഹ അലൈക്കും ഫീമാ തറാദൈതും ബിഹി മിൻ ബഅദിൽ ഫരീദ. എന്നാൽ നിങ്ങൾ മഹർ നിശ്ചയിച്ചതിന് ശേഷം പരസ്പരം തൃപ്തിപ്പെട്ടാൽ അതിൻ്റെ പേരിൽ യാതൊരു കുഴപ്പവുമില്ല. മഹർ നിശ്ചയിച്ചു, ഇത്ര തരാമെന്ന് പറഞ്ഞു, പക്ഷേ എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല, ഭാര്യ എന്നോട് മാപ്പാക്കി, അല്ലെങ്കിൽ ഭാര്യ പറഞ്ഞു കുറച്ചും കൂടെ കൂടുതൽ തരണം, എൻ്റെ അടുത്ത് കൊടുക്കാൻ സമ്പത്തുമുണ്ട്, കൊടുക്കൽ. അന്ന് അത്രയേ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രശ്നമുണ്ടാക്കാൻ പാടില്ല. അന്ന് അത്ര പറഞ്ഞതുകൊണ്ട് കിട്ടുക തന്നെ വേണം, ഇത്തരം നിർബന്ധവുമില്ല. നിങ്ങൾ പരസ്പരം തൃപ്തിപ്പെട്ട് സന്തോഷത്തോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്താൽ യാതൊരു കുഴപ്പവുമില്ല. ولا جناح عليكم فيما تراضيتم به من بعد الفريضة. കുറേ വിഷയങ്ങൾ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഇന്ന ആളുകളെ വിവാഹം കഴിക്കാൻ പാടില്ല. നിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം.
ഈ വിഷയം അവസാനിപ്പിച്ചുകൊണ്ട് അല്ലാഹു തആല അതീവ ഗൗരവത്തിലും പ്രാധാന്യത്തിലും അറിയിക്കുന്നു. ഇന്നല്ലാഹ കാന അലീമൻ ഹകീമ. അല്ലാഹു എല്ലാം അറിയുന്നവനും വലിയ തത്വദീക്ഷയുള്ളവനുമാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കും ഈ അവസാനത്തെ വാക്കുകൾ ഒന്ന് വിഷയമങ്ങ് തീർക്കാൻ വേണ്ടി പറയുന്ന വാക്കാണ്. ഭയങ്കര ആശയമുണ്ട്. അള്ളാഹു അറിയിക്കുന്നു, ഓർക്കണം നിങ്ങൾ, അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. മേൽ പറയപ്പെട്ട നിയമങ്ങൾ ആരെല്ലാം പാലിക്കുന്നുണ്ട്? വിവാഹത്തിന് മുമ്പ് ഒരു പണ്ഡിതനെ പോയി കണ്ട് എനിക്ക് ഈ വിവാഹം അനുവദനീയമാണോ എന്ന് ചോദിക്കുന്ന ആളുകളെയും തോന്നിയ ബന്ധത്തെ തോന്നിയതുപോലെ കെട്ടുന്നവരെയും അള്ളാഹു അറിയുന്നുണ്ട്. വിവാഹത്തിൻ്റെ വേദികളിൽ കാണിക്കുന്ന മുഴുവൻ കൂത്താട്ടങ്ങളും, മുഴുവൻ തെമ്മാടിത്തരങ്ങളും, മുഴുവൻ അനാചാരങ്ങളും ധൂർത്തുകളും പടച്ചവൻ അറിയുന്നുണ്ട്. അതുപോലെ തന്നെ ലളിതമായ വിവാഹം നടത്തി കുറേ ആളുകൾ ആക്ഷേപിച്ചു. അതിൻ്റെ പേരിൽ കുറച്ച് ബുദ്ധിമുട്ട് വന്നു. ദുഃഖിക്കുന്ന സഹോദര സഹോദരി, നിങ്ങളുടെ അവസ്ഥ അള്ളാഹു അറിയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുന്നു, ആ കാര്യങ്ങൾ നിങ്ങൾ നിയമത്തിൻ്റെ പഴുതുപയോഗിച്ച് എന്തെങ്കിലും അഭ്യാസങ്ങൾ കാണിച്ചാൽ ചിലപ്പോൾ ഖാദിയും അതുപോലെ തന്നെ വിധികർത്താവും ഹാക്കിം ഭരണാധികാരിയും അല്ലെങ്കിൽ കുടുംബത്തിലെ അംഗങ്ങളും അതിനെ ശരിവെച്ചേക്കാം. പക്ഷെ അള്ളാഹുവിനറിയാം നെല്ലേതാണ് പതിരേതാണെന്ന്. അള്ളാഹുവിന് ശരിയും തെറ്റും നന്നായിട്ടറിയാം. നിങ്ങളുടെ മുഴുവൻ കാര്യങ്ങളും അറിയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇന്നല്ലാഹ കാന അലീമ. അള്ളാഹു എല്ലാം അറിയുന്നുണ്ട്, അള്ളാഹു എല്ലാം കാണുന്നുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ചും വിവാഹത്തിൻ്റെ ഇടപാട് നടത്തുമ്പോൾ മോനെ പടച്ചവനെല്ലാം അറിയുന്നുണ്ട് കേട്ടോ, മൊത്തവും അറിയുന്നുണ്ട്. ഹകീമ. അതിനോടുകൂടി അല്ലാഹു തആല വലിയ തന്ത്രജ്ഞനാണ്. പടച്ചവൻ്റെ ഓരോ നിയമങ്ങളും വലിയ തന്ത്രജ്ഞതയുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. ഇതും ഇന്നത്തെ വലിയ പ്രശ്നമാണ്. എന്ത് നിയമമുണ്ടെങ്കിലും അതിലെ തത്വം അറിയണം ആളുകൾക്ക്. തത്വം അറിഞ്ഞുകൊള്ളിൽ ഒരു കുഴപ്പമില്ല, പരിശ്രമിക്കാൻ പണ്ഡിതന്മാർ ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗയിൽ മആരിഫുൽ ഹദീസിൽ ഓരോ നിയമങ്ങളുടെ തത്വങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ തത്വം മനസ്സിലായാലേ ഞാൻ സ്വീകരിക്കുകയുള്ളൂ എന്നുള്ള വാശി, ഇത് വലിയ തെറ്റാണ്, ഗുരുതരമായ പാപമാണ്. ഇത്ര നിങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു വലിയ ഹക്കീമാണ്. ഇന്നിന്ന ആളുകളെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് പടച്ചവൻ പറഞ്ഞു. അത് വലിയ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ന നിബന്ധനകൾ പാലിച്ചുകൊണ്ട് നിങ്ങൾ വിവാഹം കഴിക്കണം എന്ന് പടച്ചവൻ പറഞ്ഞു. വലിയ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇന്നല്ലാഹ കാന അലീമൻ ഹകീമാ. അള്ളാഹു നമുക്ക് ഈ പറഞ്ഞ കൊള്ളാൻ ഭാഗ്യം തരുമാറാകട്ടെ. വളരെ ഗൗരവമായ വിഷയം പറഞ്ഞു. ഇതിൽ പാലിക്കാത്ത എന്നെ പോലെയുള്ള ധാരാളം ആളുകൾ കേട്ട് കാണും. അവരോടുള്ള ഉപദേശം നിങ്ങൾ തൗബ ചെയ്യാൻ. അടുത്ത വിവാഹങ്ങൾ നിങ്ങൾ നല്ല നിലയിൽ നടത്തിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കും. വിവാഹത്തിൻ്റെ സമയത്ത് നമ്മളുടെ കയ്യിൽ നിന്ന് പിടുത്തം വിടുന്നതിനോടുകൂടി ആരെല്ലാമോ കൈകാര്യം ചെയ്ത് കോല കെട്ടുന്നതാണ്. അതുകൊണ്ട് ഒരു മര്യാദയ്ക്ക് ഒരു ഈമാനുള്ള വ്യക്തിയായിട്ട് വിവാഹത്തിൻ്റെ വേളയിൽ അതിനൊരു വഴക്കും മടിയും പിടിയും ചീത്ത വിളിയും ആൾക്കാരെ ആക്ഷേപിക്കുന്നൊന്നും വേണ്ട. വികാരം വന്നതുകൊണ്ട് കുറച്ച് കടുത്ത വാക്ക് പറഞ്ഞു എന്ന് മാത്രം. പക്ഷെ നമ്മൾ വളരെ തന്മയത്വത്തിൽ മര്യാദയ്ക്ക് റാഹത്തായിട്ട് മുഴുവൻ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് വിവാഹത്തിൻ്റെ വേദികൾ നന്നാക്കി, അതാണ് കഴിഞ്ഞു പോയ നമ്മൾ വീഴ്ചകൾ പരിഹരിക്കാനുള്ള മാർഗ്ഗം. 2, ആരെങ്കിലും മര്യാദയ്ക്ക് നടത്തവരെ ആക്ഷേപിക്കാതിരിക്കും, അവർക്ക് നല്ല വാക്ക് പറഞ്ഞവരെ സമാധാനിപ്പിക്കൽ, സന്തോഷിപ്പിക്കൽ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.